ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മളിപ്പോൾ ഉള്ളത് നിസ്വയിലാണ്, നിസ്വ സൂക്കിൽ. ഇവിടെ സൂക്ക് കാണാൻ ഇങ്ങനെ നടന്ന് കുറേ കാണാനുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കാണാൻ പറ്റും. ഈ ഏരിയ ഫുള്ള് ഇതേപോലത്തെ ക്രാഫ്റ്റ്സ് ആണ്. ഇതെല്ലാം സെയിൽ ചെയ്യുന്ന തന്നെയാണ്. അതേപോലെ ഒമാൻ്റെ സോനിയാസും ഉണ്ട്, കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം. നിസ്വ സൂക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടുത്തെ ആർക്കിടെക്ചറാണ്. അതേപോലെ ഇവിടുത്തെ സ്ട്രക്ചറൊന്നും ഇവർ റിനോവേറ്റ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും ഒരു ഓൾഡ് ഒമാൻ്റെ ആ ലുക്ക് അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് നിസ്വ ഫോർട്ടിൻ്റെ മുന്നിലെത്തി. ഇവിടുത്തെ ഏറ്റവും വലിയ ഫോർട്ടാണ് നിസ്വ ഫോർട്ട്. പക്ഷെ നമ്മൾ വന്ന ടൈം കുറച്ച് പ്രശ്നേനും. കാരണം നമ്മൾ രാവിലെ മസ്കറ്റിൽ നിന്ന് വിട്ടിന് നിസ്വയിലേക്ക്. അപ്പോൾ നിസ്വയിലെത്തുന്ന ആ ഒരു ടൈം നല്ല ഉച്ചൻ്റെ ടൈമേനും. നടന്ന് നല്ല വെയിൽ കൊണ്ടിട്ട് നടക്കുന്നല്ല, എല്ലാവരും ടയേർഡായി. അതുകൊണ്ട് തന്നെ നിസ്വ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, നല്ല ചൂടേനും. ഇതാണ് ഫോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ വിസിറ്റേഴ്സിന് 5 റിയാലാണ്, അഡൾട്ട്സിന്. പിന്നെ കുട്ടികൾ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 3 റിയാലാണ് ചാർജ് ചെയ്യുന്നത്. നിസ്വ സൂക്കിനെ കുറേ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന്. അതിൽ പെട്ടതാണ് കാറ്റിൽ ട്രേഡിങ്, ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ്, പിന്നെ ടെക്സ്റ്റൈൽസ്, ഡേറ്റ്സ്, അങ്ങനെ കുറേ മാർക്കറ്റ്സ് ഉണ്ട്. അതിൽ പെട്ടത് തന്നെയാണ് ഈ ക്രാഫ്റ്റ്സും. നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നില്ല ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, അതും ഇതേപോലൊരു മാർക്കറ്റാണ്. ബാക്കിയുള്ള മാർക്കറ്റ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് പോകുന്തോറും ഓരോ മാർക്കറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉള്ളിലെല്ലാം ഇങ്ങനെ കറങ്ങി ലാസ്റ്റ് എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ എത്തിന്. നമ്മൾ വന്ന ആ ഒരു സ്ഥലത്ത് തന്നെ എത്തിന്. കുട്ടികളെയും കൊണ്ട് കുട്ടികളുള്ള പ്രശ്നമാണ് ഇത്. അവർക്കും നടക്കണം, നമ്മളും നടക്കണം, പോരാത്തതിന് വെയിലും എല്ലാം കൂടി എല്ലാവരും ടയേർഡായിന്. പിന്നെ നമ്മൾ വന്ന ടൈം കുറച്ചും കൂടിയും ഒരു ഈവനിങ് ടൈമാണെങ്കിൽ ഇത്രയും ടയേർഡ് ആവില്ലേനും. ഇതിപ്പോൾ നമ്മൾ കയറിയ സ്വീറ്റ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഹൽവ ഉണ്ട്, പിന്നെ ഒമാനി സ്പെഷ്യൽ സ്വീറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കിയത് ഒരു കാമൽ മിൽക്കിൻ്റെ ഹൽവയായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ശേഷം നമ്മളൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഹൽവ ടേസ്റ്റ് ചെയ്തപ്പോൾ അതെനിക്ക് ഇഷ്ടമായിന്.
ഇതിപ്പോൾ ഞാൻ മേലയിലേക്ക് കയറുന്നത്. ഇവിടെയാണ് ആൻറ്റീക്ക് സാധനങ്ങളുള്ളത്. അതേപോലെ ടെക്സ്റ്റൈൽസ് ഉണ്ട്. എല്ലാം ഒമാൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസാണ് ഫുള്ള്. പിന്നെ ഇവിടെ കുറേ ആൻറ്റീക്ക് ലാംപ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. ഇത് ഒമാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ഇതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ്, ഈ താഴെ കാണുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അന്നേരമാണ് കുറേ ഫെറാറി കാർസ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം നോക്കി നിന്ന്. ഫെറാറി കാർസ് ഇങ്ങനെ ഓരോന്നോരോന്ന് എവിടെയെങ്കിലും കാണുന്നല്ലാണ്ട് ഇങ്ങനെ കുറേ കാർസ് ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.